എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഈസ്റ്റർ ഹോളിഡേയ്സ് ആണല്ലോ. ഇന്ന് ഈസ്റ്റർ ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചോ? അടിച്ചു പൊളിച്ചോ? ഇവിടെ ഈസ്റ്റർ ആയിട്ട് സ്കൂള് ഐ തിങ്ക് ഒരു 10-12 ദിവസമായിട്ട് അവധിയാണ്. ഭയങ്കര വെയിൽ. പിന്നെ നമുക്ക് എത്ര 4 ദിവസം ഓഫീസിന് മുടക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ഷോർട്ട് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് പോയിട്ട് നാളെ നമ്മൾ റിട്ടേൺ പോകും. എവിടേക്കാണ് പോകണമെന്നുള്ളത് നാളെ രാവിലെ പറയാം. നാളെ ഞങ്ങൾ പോണ ആ സ്ഥലത്ത് എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇടയിലൊരു ചെറിയ ഒരു ബ്രേക്കിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. ഇപ്പം നല്ല വെതറാ യുകെയിൽ. കണ്ടില്ല, നല്ല വെയിൽ. ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ ഈ ആഴ്ച നല്ലതാണ്. ഈ വീക്ക് നല്ലതാണ്. ലോങ് വീക്കെൻഡ് അല്ലേ? അതെ. ഗുഡ് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ 4 ദിവസം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എവിടേക്കെങ്കിലും കറങ്ങാൻ പോയിട്ടുണ്ടോ? ഹോളിഡേ മൂഡാണല്ലോ. ഒരുപാട് പേര് പുറത്ത് യൂറോപ്പിലൊക്കെ പോയിട്ടുണ്ട്. ലോങ് വീക്കെൻഡ് 2 ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ സുഖമല്ലേ പോയി. അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് നാളെ കാണിച്ചു തരാം. അപ്പോൾ അതുവരേക്കും എന്താ പറയുക, നമുക്കിങ്ങനെ വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് പോവാം അല്ലേ? അതെ. ഞങ്ങളപ്പോൾ ഒരു 3:30 ആയപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. ഇവിടെയാണ് നമ്മുടെ സ്റ്റേ. ഇതിൻ്റെ തൊട്ടടുത്ത ഒരു മാൻഷനൊക്കെ കണ്ടു ഞങ്ങൾ വരണ സമയത്ത്. ആരുടെയാണാവോ? അവിടെ തൊട്ടടുത്ത് മഗ്ഡി ഉണ്ട്. രാത്രി 12 മണിക്കൊക്കെ വിശന്ന് കഴിഞ്ഞാൽ നേരെ പോയി ബർഗർ മേടിച്ച് കഴിക്കാം. ഞങ്ങളെ വിളിക്കാൻ നിൽക്കരുത്, ഓക്കെ? അപ്പോൾ ഞങ്ങൾ വരണ വഴിക്ക് ആക്ച്വലി ലഞ്ച് ആയിട്ട് കഴിച്ചില്ല. കാരണം ലേറ്റായിട്ട് എണീറ്റു, ലേറ്റായിട്ട് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് ബ്രഞ്ച് പോലെയായിരുന്നു. അപ്പോൾ വഴിയിൽ ഞങ്ങൾ ലഞ്ചിനൊന്നും സ്റ്റോപ്പ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ 6:30-7 മണി ആവാറായി. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല വിശപ്പ് ആവാൻ തുടങ്ങിയപ്പോൾ ലഞ്ച് കം ഡിന്നർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. എവിടെ പോയാലും നമ്മൾ അവസാനം ചൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ്സ് എന്തുകൊണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി റൂമിൽ ടൈം പാസ് ചെയ്യാമല്ലോ. അതാണ് പ്ലാൻ. ഇവിടെ തൊട്ടടുത്ത് നല്ല ഒരു ലോൺ കണ്ടു. അവിടെ ഫോട്ടോഗ്രാഫിക്ക് നല്ല സീനറി ആണെന്നും പറഞ്ഞിട്ട് ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഡാർക്ക് ഗ്രീനായിട്ട് നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സദേൺ ഫ്ലേവേഴ്സ് എന്ന് പേരുള്ള ഒരു റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ടേബിൾ റിസർവ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടില്ല. നല്ല തണുപ്പ്. ഉച്ചയ്ക്ക് വരണ സമയത്ത് അടിച്ചു പൊളിച്ച് നല്ല വെയിലൊക്കെ ആസ്വദിച്ച് വന്നപ്പോൾ ഇപ്പോൾ തണുക്കണു. എന്താ ചാക്കി ഞാൻ ചോദിച്ചല്ലേ വേണോ? കുഴപ്പമില്ല. ഹോപ്പ്ഫുള്ളി അകത്ത് വാമായിരിക്കും. അവരെങ്ങാനും ബുക്കിംഗ് വേണം ഇനി എല്ലാം ബുക്ക്ഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഷേർലി. നല്ല പേര്, ആൾക്കാർക്ക് ഇടുന്ന പേര് ഷേർലി ആണ് ഈ സ്ഥലം. ഒരു ചർച്ച് ഉണ്ട് നേരെ ഓപ്പോസിറ്റ്. നല്ല സ്പൈസസിന്റെ മണമൊക്കെ വരുന്നുണ്ട് മാളു. എനിക്ക് വിശപ്പ് കൂടി. കയറിയാലോ? ഗ്രീൻ സിഗ്നൽ കിട്ടി. എവിടെ Enter the dragon. Look. Go. No male. Hi, Mr. Rajesh.
Hey, buddy. ഏയ് ബാലജി Hey, buddy. Thanks to Malu. Good effort. Good effort. Appreciate it. Any reaction? Any reaction? Instantaneous reaction for your viewers, for your bloggers, please. No reaction. Yeah, I came in, I was so hungry, I kept my brain up. Hi, buddy. വിശന്ന് റെസ്റ്റോറന്റിൽ കൊണ്ടുവന്ന എനിക്ക് തന്ന സർപ്രൈസ് ആണ്. Hi. വേറെ 2 ബ്ലോഗേഴ്സിനെ അറിയാതെ കണ്ടുപിടിക്കുന്നതാണല്ലേ. ഭയങ്കര വൺ പ്ലാനിങ് ആയിരുന്നു ഇവര്. ഇവരാണ് അതിന്റെ സൂത്രധാരകർ. അല്ല ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു കേട്ടോ ദിനേശോട് പറഞ്ഞു ഞാൻ ചോദിച്ചു പിന്നെ ചോദിച്ചു വിശ്വസിച്ചില്ല. ഞാൻ ഹോട്ടലെത്തിയിട്ടാ പറഞ്ഞത്. വെൽ എക്സിക്യൂട്ടഡ് ബൈ ബാലാജി. Oh, thank you. അയ്യോ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മാളുവിന്റെ ചേച്ചിയുടെ വോയിസ് നോട്ട് പതിവില്ലാണ്ട് വരുമ്പോ നീ ഫസ്റ്റ് പ്ലേ ചെയ്തപ്പോ ഹലോ മാളു എന്ന് പറഞ്ഞപ്പോ ഞാൻ ശബ്ദം എനിക്ക് മനസ്സിലായി ചേച്ചിയാണെന്ന്. പക്ഷെ ഓക്കെ ഞാൻ ചോദിച്ചു എന്താണാവോ ഇനി മാളുവിൽ ലണ്ടൻ എന്താണ് പറയാനുള്ളത്. ഞങ്ങൾ ട്രിപ്പ് വരാനിരുന്ന പക്ഷേ ഞങ്ങൾ വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പൊ അത് ക്യാൻസൽ ചെയ്തിട്ടാണ് ഞങ്ങൾ നല്ല പ്ലാൻ ഉണ്ടാക്കിയത്. പിന്നെ അഗെയിൻ ഒരു പ്രാവശ്യം വിചാരിച്ചു ഇവിടുന്ന് മേ ബി ഇന്ന് രാവിലെ ഇവരുടെ വീട്ടിൽ പോയി തിരിച്ച് വന്നിട്ട് ഞങ്ങള് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ പക്ഷെ വെരി ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ വന്ന് ബെല്ലിയെ കാണാം. പ്രീതിയുണ്ട്, എല്ലാവരും ഉണ്ട്. കുട്ടികള് മൈലോനെ നോക്കാൻ വേണ്ടി ചൂസിയും ബാക്കി അവരുടെ ഹോട്ടലിൽ ഇരിക്കുക. അക്ഷു റൂമിലുണ്ട്. അപ്പൊ വിശന്ന് ഇരുന്ന ഞാൻ മെനു നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ത്യൻ മോമ് എന്തായാലും കണ്ടതിൽ സന്തോഷം. കൊറേ ഐ തിങ്ക് അമ്മ വന്ന സമയത്ത് നമ്മൾ വന്നതല്ലേ ലാസ്റ്റ് ജൂലൈ സമ്മർ തന്നെയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു മാസം ചേച്ചിയുടെ അമ്മയച്ഛനും വന്നു. അപ്പോഴും വരാൻ പറ്റില്ല വിചാരിച്ചതായിരുന്നു. എന്നാലും പപ്പനെ കാണുന്നത് എന്തായാലും ഞങ്ങൾ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല വിശപ്പിന് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. That's our car. Yeah. Thank you. Oh, so we were literally parked right next to each other. We're right there. Oh my god. അതാ അങ്കിൾ ഞങ്ങളുടെ വണ്ടി. Yeah. Like now. We should. You're like trying like that goes like. Can we? No. Can we do it? Yeah, let's do it. Mom, me and Mom said you're gonna do it. We're going to do like this. ലാസ്റ്റ് മിനിറ്റ് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രാക്ടീസ് തീർന്നിട്ടില്ലേ? അതെ, സെറ്റ് ആക്കിക്കോളൂ. അയ്യോ ഒന്നും പറയാനില്ല. പൊളിച്ചു. ഫസ്റ്റ് ടൈം ആണ് സർപ്രൈസ് ലീക്ക് ആവാതെ എന്താ പറയാ മാള് നന്നായിട്ട് ശ്രദ്ധിച്ചു. ഞാനായതുകൊണ്ട് അച്ഛനാണ് സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അച്ഛന്റെ അഭിനയം കാരണം നമുക്ക് മനസ്സിലായത്. അത് ഞാൻ കൂടെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതെ, എന്തായാലും താങ്ക് യു രണ്ടുപേർക്കും ആൻഡ് അവർക്കും ഫോർ പ്ലാനിങ് ദിസ് സർപ്രൈസ്. കാരണം ഞാൻ അഞ്ചാന്റിയാണ് സർപ്രൈസ് എന്താ പറയാ ഇനിഷ്യേറ്റ് ചെയ്തത്. അഞ്ചാന്റിയാണ് ഇങ്ങോട്ട് പറഞ്ഞത് അമ്മോട് പറയരുത് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ആൻഡ്
ഓഫ് കോഴ്സ് അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് തരാം. സോ ഇറ്റ്സ് റിയലി 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 ഹാപ്പി. എല്ലാവരെയും കാണാൻ പറ്റിയതിലും കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിലും. ഹോപ്പ്ഫുള്ളി നമ്മൾ നാളെയും കാണും അല്ലേ മാളു? മാളുവിനും ഖുഷിക്കൊന്നും വർത്താനം പറഞ്ഞിട്ട് തീർന്നിട്ടില്ല അല്ലേ? ഓൺലി പ്രേയിങ് നാളത്തെ വെതർ കാണിക്കുന്ന പോലെ മഴ ഇല്ലാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ആ ഒരു ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആൻഡ് താങ്ക് യു ബാളു വൺസ് അഗെയിൻ. താങ്ക് യു ഏട്ടാ ഫോർ കീപ്പിംഗ് ദിസ് സർപ്രൈസ്.